ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ആദ്യം 1-2 സ്പൂൺ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളിൻ്റെ കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലകളായിട്ട് ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മസാലകളും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൊടികളുടെ പച്ചമണക്ക് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒറോട്ടിയും പത്തിലൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്, നൈസ് പത്തിരിപ്പൊടിയല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ സാധാരണ പത്തിലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം റെഡിയാക്കിയിട്ട് എടുക്കാൻ. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾ എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ സൈസിൽ പരുത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയതാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓവറായിട്ട് കട്ടിയിൽ പരത്തരുത്, കുറച്ച് നേരിയതായിട്ട് പരത്തിയാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറൊരു പത്തലും കൂടി പരത്തി വെക്കാം. 2 എണ്ണം ഒരേ സൈസിൽ നമുക്ക് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. സൈഡിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇതേപോലെ നടുക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ പത്തൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡെല്ലാം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈൻ്റെ വിരൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ലോക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഹോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പത്തിലിൻ്റെ മാവ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം മാത്രമേ എൻ്റെ പൊട്ടിപ്പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫില്ലിങ്ങും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് കുറച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 ഇതിൻ്റെ മുകളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം കൂടി അട്ടിക്കെട്ടി വേവിക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഇതേപോലെ ഒരു 10 നമുക്ക് ഒരുമിച്ചിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പത്തിരിയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ചൂടോടുകൂടെ എടുക്കരുത്. ചൂടെല്ലാം നല്ലോണം പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് ഇതിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി ഫുള്ള് ചൂടും പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹെൽത്തെല്ലാം നോക്കുന്നവരാണെങ്കിൽ എണ്ണയിൽ പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.